ട്രംപുമായി പൂർണ്ണമായി തെറ്റി നെതന്യാഹു. ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി അംഗീകരിക്കില്ല എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാട്. അദ്ദേഹം പരസ്യ നിലപാടെടുത്ത് രംഗത്ത് വന്നു കഴിഞ്ഞു. ഇതോടുകൂടി ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിലും ഇരു രാജ്യങ്ങളും വേർപിരിയുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത്. അതേസമയം ഹോർമുസ് അടക്കമുള്ള മറ്റു വിഷയങ്ങളിലും ഇറാന്റെ പുതിയ നീക്കങ്ങളും ഉണ്ടാവുന്നുണ്ട്. നമുക്ക് വിശദമായി നോക്കാം. വി വിനോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, ബെഞ്ചമിൻ നെതന്യാഹു ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് കൂട്ടുകെട്ട്, ഇത് ലോകക്രമത്തിൽ തന്നെ പല രാജ്യങ്ങളുടെയും വിഷയങ്ങളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് പുതിയ നീക്കങ്ങൾക്കൊക്കെ തുടക്കമിട്ടതാണ്. അപ്പോൾ രണ്ട് നേതാക്കളും വേർപിരിയുന്നു എന്ന് പറയുമ്പോൾ ഇരു രാജ്യങ്ങളുടെയും നിലപാട് ഈ ഗാസ വിഷയത്തിൽ മാത്രമാണോ രണ്ട് ചേരിയിലേക്ക് പോകുന്നത്? സൈത്ത്, ഗസയിൽ മാത്രമല്ല പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പോലും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ട്രംപും നെതന്യാഹുവും രണ്ട് വഴിക്ക് പോകുന്നു എന്ന കാര്യം വ്യക്തമാണ്. നെതന്യാഹു വളരെ പരസ്യമായി തന്നെയാണ് ഇപ്പോൾ ട്രംപിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ട്രംപ് നേരത്തെ ഗസയിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി പലസ്തീനുമായി നടത്തേണ്ട ഒരു 15-ന് സമാധാന കരാർ കൊണ്ടുവന്നിരുന്നു. ഇസ്രായേലും പലസ്തീനുമായി നടത്തേണ്ട ഉടമ്പടിയാണ്. പക്ഷേ അത് പൂർണ്ണമായി തള്ളിക്കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ക്യാബിനറ്റിൽ, ഇസ്രായേലിൻ്റെ ക്യാബിനറ്റ് യോഗത്തിൽ നെതന്യാഹു അത് പൂർണ്ണമായി തള്ളി മന്ത്രിമാരെ അക്കാര്യം അറിയിച്ചു. പിന്നീട് വാർത്താ സമ്മേളനത്തിലും അക്കാര്യം അത് നെതന്യാഹു തുറന്നു പറയുകയും ചെയ്തു. ട്രംപ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ മുഴുവൻ തള്ളിക്കളയുകയാണ്. ഇത് എത്രമാത്രം അമേരിക്കയെ ചൊടിപ്പിക്കും, അല്ലെങ്കിൽ ട്രംപിനെ ഇത് എത്രമാത്രം അലോസരപ്പെടുത്തും എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇനി വരേണ്ടതാണ്. ഏതായിരുന്നാലും നേരത്തെ തന്നെ ഇരുവരും തമ്മിൽ ചില വാക്പോരുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പശ്ചിമേഷ്യൻ സമാധാനത്തിന് വേണ്ടി ട്രംപ് കൊണ്ടുവന്ന സമാധാന കരാർ, അത് സ്വിറ്റ്സർലാൻഡിൽ ഒപ്പുവെച്ച കരാറാണ്. അതിൻ്റെ ഭാഗമായി ലബനനിലേക്ക് ഉൾപ്പെടെ ആക്രമണം ഇസ്രായേൽ നടത്തരുത് എന്നുള്ളതായിരുന്നു. അതായത് ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലേക്കും ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കും ഒക്കെ തന്നെ, യമനിലേക്ക് അടക്കം, അതായത് ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളാണ്, അവിടെയൊക്കെ അടക്കം അങ്ങനെ ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചതാണ്. അത് അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കരാർ ഒപ്പിടുകയും ചെയ്തു. എന്നാൽ ഈ കരാർ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും ലെബനനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ടായി. 2 ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് 16ഓളം പേർ കൊല്ലപ്പെടുന്ന നിലയുണ്ടായി. ഇതിൽ കുട്ടികളടക്കം കൊല്ലപ്പെട്ടു. ഇതോടുകൂടി ട്രംപ് ക്ഷുഭിതനാവുകയും നെതന്യാഹുവിനെതിരെ തിരിയുകയും ചെയ്തിരുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമമുണ്ടാകുമ്പോൾ അതിനെതിരെ ഏത് ഭാഗത്തു നിന്ന് നീക്കമുണ്ടായാലും അതിനെ തടയേണ്ടി വരും, അതിനെ ആ രീതിയിൽ തന്നെ നേരിടേണ്ടി വരും എന്ന തരത്തിലൊരു ശാസനയുടെയോ അല്ലെങ്കിൽ ഭീഷണിയുടെയോ സ്വരത്തിൽ തന്നെയാണ് ട്രംപിൻ്റെ വാക്കുകൾ ഉണ്ടായത്. എന്നാൽ നെതന്യാഹു അതിനെ നേരിട്ട രീതി അന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റാണെങ്കിൽ താൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്ന കാര്യം പറഞ്ഞ് ഈ രാജ്യത്തിൻ്റെ അധികാരവും നയങ്ങളും തീരുമാനവും ഒക്കെ തന്നെ താൻ കൈക്കൊള്ളും എന്ന ഒരു കാര്യം അസന്നിഗ്ധമായി പറയുകയായിരുന്നു നെതന്യാഹു. ആ ഘട്ടം മുതൽ തന്നെ ഇരുവരും തമ്മിലുള്ള ഉരസൽ പ്രകടമായിരുന്നു. എന്നാൽ പിന്നീട് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടന്നു. എന്നാൽ എല്ലാ ഘട്ടത്തിലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആവശ്യം കരയുദ്ധത്തിലേക്ക് പോകണം, ഇറാനെ അടിച്ച് നിലംപരിശാക്കണം, അവരെ ഈ ഭൂലോകത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യണം. ആ തരത്തിൽ സൗദിയോടൊപ്പം ചേർന്ന് സൗദിയുടെ കൂടി ആവശ്യമായി അത് അമേരിക്കയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ട്രംപിനെ പല ഘട്ടങ്ങളിൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ട്രംപും നെതന്യാഹുവും രണ്ട് വഴിക്ക് പിരിയുന്നു. വളരെ പരസ്യമായി തന്നെ ട്രംപിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നു. ഇതിനുള്ള കാരണം കൂടി നമ്മൾ മനസ്സിലാക്കണം സജിത്ത്. ഒക്ടോബറിൽ ഇസ്രായേലിൽ പൊതു തിരഞ്ഞെടുപ്പ് വരികയാണ്. അവിടെ നെതന്യാഹുവിനൊപ്പമുള്ള മന്ത്രിമാർ തീവ്ര നിലപാടുള്ളവരുണ്ട്. അവർ ഇറാൻ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇറാനെ നശിപ്പിക്കണം എന്ന നിലപാടുമായി തന്നെയാണ് അദ്ദേഹത്തിനോടൊപ്പമുള്ള മന്ത്രിമാർ നിലകൊള്ളുന്നത്. അത് നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കുന്നു. തൻ്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാവാതിരിക്കാൻ വേണ്ടി ഇറാനെതിരെയുള്ള ആക്രമണവുമായി മുന്നോട്ട് പോകണം എന്ന നിലപാടിൽ നെതന്യാഹു ഉറച്ചു നിൽക്കുകയാണ്. അവിടെയാണ് അമേരിക്കയ്ക്ക് മറ്റൊരു അഭിപ്രായമുള്ളത്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന നിലപാടുള്ള ആളുകളുണ്ട്. അതൊക്കെ തന്നെയാണ് ട്രംപിനെ മറ്റൊരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകുന്നതും. ഏതായിരുന്നാലും പശ്ചിമേഷ്യയിൽ വേറൊരു ഡെവലപ്മെൻറ്റ് കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒമാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, സമാന്തര കപ്പൽപാത, അതിലേക്ക് ഇറാൻ അടുക്കുന്നു. ആ ഒരു തീരുമാനത്തിൽ ധാരണയാവുകയാണ്. ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി അക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു സമാന്തര പാത വരുന്നതിൽ ഇറാൻ എതിർപ്പില്ല.
അതേസമയം ഹോർമൂസിൽ നേരത്തെയുള്ള പാതയുണ്ട്. ആ കാര്യത്തിൽ അമേരിക്കയുടെ അധീശത്വം പാടില്ല, അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകരുത് എന്ന നിലയ്ക്കാണ്. മാത്രമല്ല അമേരിക്കയുടെ ഒരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നു. ഇറാൻ അവിടെ ഫീസ് പിരിക്കില്ല, അതായത് ചുങ്കപ്പിരിവ് നടത്തില്ല. അങ്ങനെ ഒരു ഉറപ്പ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മധ്യസ്ഥ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒരുമിച്ചിരുന്നുള്ള ചർച്ചയില്ലെങ്കിൽ പോലും ഈ മധ്യസ്ഥ രാജ്യങ്ങൾ വഴിയുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട്. അങ്ങനെ ചില പോസിറ്റീവായ കാര്യങ്ങൾ പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കങ്ങൾ കുറേയൊക്കെ ലഘൂകരിക്കപ്പെടുകയാണ്. അവിടെയാണ് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള പോര് അല്ലെങ്കിൽ ട്രംപിനെതിരെയുള്ള നെതന്യാഹുവിൻ്റെ നിലപാട് ശ്രദ്ധേയമാകുന്നത്. സജിത്ത്, അതാണ് പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നതാണ്. ഇതിനിടയിലാണ് ഈ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ അകലുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പശ്ചിമേഷ്യയിൽ മറ്റു ചില നീക്കങ്ങൾ കൂടി ഉണ്ടാവുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കയവുവരുത്താൻ നിർണായകമായ ചില നീക്കങ്ങൾ അമേരിക്കയും നടത്തുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി തുറന്നുകൊടുക്കാൻ ഇറാൻ തയ്യാറായാൽ പുതിയ ആണവ കരാർ വേണമെന്ന ഉപാധി ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ. എന്നാൽ ഉപരോധങ്ങൾ പിൻവലിക്കലും കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് ഇറാൻ നിലപാട് കടുപ്പിച്ചു കഴിഞ്ഞു. ഇതോടെ വീണ്ടും ഈ ചർച്ചകളും പ്രതിസന്ധിയിലായി എന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിൽ തുടരുന്ന തർക്കങ്ങളിലാണ് ഈ ഒരു പുതിയ വഴിത്തിരിവുണ്ടാവുന്നത്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനും ആഗോള എണ്ണ വിപണിയിലെ പ്രതിസന്ധി പരിഹരിക്കാനും ലക്ഷ്യമിട്ട് നിർണായകമായ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ട്രംപ് ഭരണകൂടം ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഈ ശ്രമമാണ് ഫലം കാണാതെ ഇപ്പോൾ നിൽക്കുന്നത്. ഇറാനുമായി പുതിയ ആണവ കരാർ വേണമെന്ന നേരത്തെയുള്ള കർശന നിലപാടിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയേക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം നൽകുന്ന ചില സൂചനകൾ. ഹോർമുസ് കടലിടുകൂടിയുള്ള എണ്ണക്കപ്പലുകളുടെ സുഗമമായ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നതിനാണ് ഇപ്പോൾ വാഷിംഗ്ടൺ മുൻഗണന നൽകുന്നത്. മുൻപ് നടന്ന ആക്രമണങ്ങളിൽ ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് വൈറ്റ് ഹൗസ് വിലയിരുത്തുന്നു. ഇനി അതുകൊണ്ട് തന്നെ ഇറാൻ ആണവശേഷി പുനർനിർമ്മിച്ചാൽ ശ്രമിച്ചാൽ തന്നെ US-ന്റെ ഇൻ്റലിജൻസിന് ഇത് എളുപ്പത്തിൽ കണ്ടെത്താനാകുമെന്നും അതിനാൽ നിലവിൽ അടിയന്തരമായ ഒരു ആണവ കരാറിൻ്റെ ആവശ്യമില്ലെന്നും ട്രംപിൻ്റെ ഉപദേശകർ കരുതുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കത്തിന് തടസ്സമായി ഇറാൻ ചില പുതിയ ഉപാധികൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. കടലിടുക്ക് തുറന്നു കൊടുക്കുന്നതിനായി ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇവയാണ്: അമേരിക്കൻ ഉപരോധങ്ങളും നാവിക ഉപരോധവും പൂർണ്ണമായി അവസാനിപ്പിക്കുക, അമേരിക്ക മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിൻ്റെ സ്വത്തുക്കൾ വിട്ടുകൊടുക്കുക, മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യം പൂർണ്ണമായി പിൻവലിയുക, യുദ്ധക്കെടുതികൾക്ക് പകരമായി വലിയ രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയാണ് ആവശ്യങ്ങൾ. ആഗോള ഇന്ധന വിതരണത്തിൻ്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്കാണ് നീക്കിവിട്ടിരിക്കുന്നത്. ഇറാൻ ഉപാധികൾ കടുപ്പിച്ച സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇനി എന്ത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ ബാക്കി സമാധാന സാധ്യത.